കോടീശ്വരിയുടെ വിവാഹം, വരം വേലക്കാരൻ. കാരണം എന്താണെന്ന് അറിഞ്ഞൊരു ഞെട്ടി. നിങ്ങൾക്ക് അറിയേണ്ട എന്താണ്? അശ്വതി കോടീശ്വരനായ രവീന്ദ്രനാഥിൻ്റെ ഏക മകളാണ്. സ്വർണ്ണത്തിളക്കമുള്ള അവളുടെ ജീവിതം ആർക്കും സ്വപ്നം കാണാൻ പോലും കഴിയുന്നതായിരുന്നില്ല. അവൾക്ക് ചുറ്റും സൗന്ദര്യവും സമ്പത്തും ഒരുപോലെ തിളങ്ങി നിന്നു. നഗരത്തിലെ ഏറ്റവും മികച്ച ഫാഷൻ ഡിസൈനർമാർ അവളെ അണിയിച്ചൊരുക്കി. ഏറ്റവും വില കൂടിയ കാറുകൾ അവളുടെ വഴികളിലോടി. അവളുടെ സൗഹൃദ വലയത്തിൽ സമ്പന്നരായ യുവതികളും യുവാക്കളും മാത്രം. അവളെ വിവാഹം കഴിക്കാൻ അതിസമ്പന്നരായ പലരും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അശ്വതിയുടെ മനസ്സ് ഒരു കൊട്ടാരത്തിനകത്ത് ഒതുങ്ങുന്നതായിരുന്നില്ല. അച്ഛൻ്റെ ബിസിനസ് സാമ്രാജ്യം ഏറ്റെടുക്കാൻ അശ്വതി തയ്യാറെടുക്കുന്ന സമയത്താണ് അച്ഛൻ്റെ ഡ്രൈവറായ രാമുവിന് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. രാമുവിൻ്റെ മകനായ വിവേക് താൽക്കാലികമായി ആ സ്ഥാനത്തേക്ക് വന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ, വിനയവും സത്യസന്ധതയും നിറഞ്ഞ ഒരു മുഖം, അതായിരുന്നു വിവേക്. അവൻ്റെ ജീവിതം ആഡംബരങ്ങൾക്കും അപ്പുറം വളരെ ലളിതമായിരുന്നു. അതുകൊണ്ട് തന്നെ അശ്വതിയുടെ ലോകം അവനൊരു പുതിയ അനുഭവമായിരുന്നു. ആദ്യം വിവേകിനെ ഒരു ഡ്രൈവർ മാത്രമായിട്ട് അശ്വതി കണ്ടു. എന്നാൽ യാത്രകളിലും തിരക്കിട്ട ദിവസങ്ങളിലും അശ്വതിയുടെ വിരസമായ സംഭാഷണങ്ങൾക്ക് വിവേക് നൽകിയ മറുപടികൾ പതിയെ പതിയെ അവളെ ആകർഷിക്കാൻ തുടങ്ങി. വിവേകിൻ്റെ വാക്കുകളിൽ അറിവിൻ്റെ ആഴവും ജീവിതത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. അശ്വതിയെ ആശ്ചര്യപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങൾ അവൻ അറിയാമായിരുന്നു. അവൻ സംസാരിച്ചത് കോടികളുടെ ബിസിനസ്സിനെക്കുറിച്ചായിരുന്നില്ല, സാധാരണ മനുഷ്യരുടെ സ്വപ്നങ്ങളെയും കഷ്ടപ്പാടുകളെയും കുറിച്ചായിരുന്നു. അതിസമ്പന്നരുടെ ലോകത്ത് ഒരിക്കലും കാണാൻ കഴിയാത്ത ഒരു സത്യസന്ധത വിവേകിൽ അശ്വതി കണ്ടു. പതിയെ പതിയെ അവരുടെ സൗഹൃദം വളർന്നു. അശ്വതിയുടെ ജീവിതത്തിലെ ആദ്യമായി അവളൊരു സാധാരണക്കാരനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഒരു കോഫി ഷോപ്പിൽ കയറി കാപ്പി കുടിക്കുവാനും തിരക്കേറിയ തെരുവുകളിലൂടെ നടക്കാനും അവൾ ആഗ്രഹിച്ചു. വിവേക് അവളുടെ ഇഷ്ടങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞു. അവൻ അവളെ ഏറ്റവും സാധാരണമായ ഒരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു ദിവസം വിവേക് ജോലിക്കിടെ അവധി ചോദിച്ചു. അസുഖം ബാധിച്ച അമ്മയെ കാണാൻ പോകാനായിരുന്നു അത്. അശ്വതിക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കാരണം തൻ്റെ ഇഷ്ടങ്ങളെ തിരിച്ചറിയാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. ആ ഒരു നിമിഷത്തിലാണ് അശ്വതി തൻ്റെ മനസ്സ് വിവേകിനോട് തുറന്നു പറഞ്ഞത്. വിവേക്, എൻ്റെ ജീവിതം ഒരു സ്വർണ്ണക്കൂടിനുള്ളിലാണ്. നിന്നെപ്പോലെ പറന്നു നടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അശ്വതിയുടെ കണ്ണുകളിൽ നിറഞ്ഞത് സങ്കടമായിരുന്നു. അന്ന് വിവേക് അശ്വതിക്ക് കൈത്താങ്ങായി നിന്നു. അവൻ അശ്വതിയുടെ ധൈര്യത്തെ പ്രശംസിച്ചു. സമ്പത്തിനും സൗന്ദര്യത്തിനും അപ്പുറം ഒരു മനുഷ്യനെന്ന നിലയിൽ അശ്വതിയെ അവൻ കണ്ടു. ഒടുവിൽ അശ്വതി തൻ്റെ തീരുമാനം വീട്ടിലറിയിച്ചു. എനിക്ക് വിവേകിനെ വിവാഹം കഴിക്കണം. കേട്ടവരെല്ലാം ഞെട്ടി. രവീന്ദ്രനാഥൻ ഈ തീരുമാനത്തെ ശക്തമായിട്ട് എതിർത്തു. ഒരു ഡ്രൈവറെയോ? നിനക്ക് എന്തു പറ്റി അശ്വതി? അദ്ദേഹം ചോദിച്ചു. സമൂഹം മുഴുവൻ അശ്വതിയുടെ ഈ തീരുമാനത്തെ വിചിത്രമായി കണ്ടു. പത്രങ്ങളും ചാനലുകളും യൂട്യൂബും ഒക്കെ ഈ വാർത്ത ആഘോഷാക്കി. എന്നാൽ അശ്വതി തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കണ്ട ഒരാളാണ് വിവേക്. എൻ്റെ സമ്പത്തിനോട് സ്നേഹമില്ലാത്ത എൻ്റെ മനസ്സിനെ തിരിച്ചറിഞ്ഞ ഒരാൾ. അവളുടെ വാക്കുകൾ രവീന്ദ്രനാഥിൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. ഒടുവിൽ രവീന്ദ്രനാഥൻ തൻ്റെ മകളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ വിവാഹത്തിന് സമ്മതിച്ചു. സമ്പന്നയായ അശ്വതി ഒരു ഡ്രൈവറായ വിവേകിനെ വിവാഹം കഴിച്ചു. പത്രങ്ങളിലും ചാനലുകളിലും ഈ വാർത്ത വലിയൊരു ചർച്ചയായിട്ട് വന്നു. എങ്കിലും അശ്വതിയുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരുന്നു. കാരണം അവൾ കണ്ടെത്തിയത് സമ്പത്തോ സൗന്ദര്യമോ ആയിരുന്നില്ല, മറിച്ച് മനസ്സുകൊണ്ട് സ്നേഹിച്ച ഒരു മനുഷ്യനെയായിരുന്നു. അവരുടെ പ്രണയം ഒരു നക്ഷത്രത്തെ പോലെ അങ്ങനെ തിളങ്ങി നിന്നു. കാരണം അതൊരു സ്നേഹത്തിൻ്റെ ആഴത്തിലുള്ള ഒരു കഥയായിരുന്നു. വീണ്ടും നമുക്ക് പുതിയൊരു കഥയുമായിട്ട് കണ്ടുമുട്ടാം.